വളരെ നമസ്കാരം. നമുക്ക് ഇന്ന് കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് കിടക്കാം. ആ കഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കഥയാണ്. തിരുവനന്തപുരത്തുള്ള കഥ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ആ ഒരു അഭിപ്രായ പ്രകടനത്തിന് നമ്മൾ കേട്ടതിന് ശേഷം ബാക്കി മറുപടി ഞാൻ പറയാം. സൗണ്ടില്ലല്ലോ. എപ്പോഴും മേക്കേഴ്സിനോട് ചോദിച്ചാൽ അന്ന് ഞാനൊരു ഡിസിഷൻ എടുക്കുന്ന അയാൾ ഔട്ടാണെന്നുള്ളത് ഇപ്പോഴും പറയും. അന്ന് ജുനൈസ് എടുത്തിരുന്നെങ്കിൽ സാധനം എടുത്തിരുന്നെങ്കിൽ അയാൾ ഔട്ടാണ്. ഞങ്ങൾ ഫിസിക്കൽ അസോൾട്ട് ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡിസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ടാണ്. അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചെടുക്കണമെന്നില്ല. സന്തോഷത്തോടെ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കപ്പാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിരുന്ന ഈ ഷോയൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്ത വോട്ടെല്ലാം പാഴായി. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നത് ആരാന്നറിയാവോ? തിരുവനന്തപുരത്തുള്ള എന്റെ സുഹൃത്ത്. എനിക്ക് പേര് ഞാൻ പറയത്തില്ല, പേര് പറഞ്ഞാൽ കൊണ്ട് കേസ് കൊടുത്തു. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മുടെ സൈബർ പോലീസിന് നോക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സാധാരണ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കേസുകളും പ്രശ്നങ്ങളും നടക്കുന്നത് സൈബർ പോലീസിലാണ്. അപ്പൊ അവിടെ രാവിലെ തൊട്ട് തിരുവനന്തപുരത്തുള്ള ഒരാൾ കേസ്, സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട കേസ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേസ്, പേര് പറഞ്ഞില്ലെങ്കിൽ പോലും കേസ്. അപ്പൊ ഈ ഗിഫ്റ്റ് തന്ന ആൾ പറയുന്നത്, ഈ അന്ന് ബിഗ് ബോസിൽ വെച്ചിട്ട് ഞാൻ ഒരു വാക്ക് ലാലേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു വാക്ക് മേക്കേഴ്സിനോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം നിന്റെ ഇഷ്ടം എന്നെ പുറത്താക്കാൻ വേണ്ടി അവരുന്നതാ കാര്യം. അത് സത്യമാണ്, പരമമായ യാഥാർത്ഥ്യമാണ്. എന്നെ ഏത് വിധേനയും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ, ശോഭയ്ക്ക് ഒരു കപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആളുണ്ടല്ലോ അതിനകത്ത്. പ്രിയപ്പെട്ടവർ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ അന്ന്. ആ പ്രിയപ്പെട്ടവരുടെ വാക്കും വിശ്വസിച്ച് അകത്തോട്ട് പോയ ഒരാളാണല്ലോ. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ഒരുപാട് ആഗ്രഹിച്ചു. എന്താടീ ശോഭേ നീ ആ കാലമാടനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് നീ പുറത്താക്കാതിരുന്നത്? അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതില്ല. തലയ്ക്കകത്ത് കള്ളിമണ്ണാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് തലച്ചോട് കുറെയെങ്കിലും വർക്ക് ചെയ്ത് അതുമില്ല. ഇനി മറ്റൊരു രസകരമായ കാര്യം, 1999 വേൾഡ് കപ്പ് ആണെന്ന് തോന്നുന്നു, ഓസ്ട്രേലിയ അടിക്കുന്ന സമയത്ത് ജോണ്ടി റോഡ്സ്, നമ്മുടെ ഹെർഷൽ ഗിബ്സ് സ്റ്റീവോയുടെ ഒരു ക്യാച്ച് കളഞ്ഞു. 99 2003 എനിക്ക് ഓർമ്മയില്ല. എന്താ 2003 ശരിയാണ്. വർഷം ഞാൻ വിട്ടു. അന്ന് ഹെർഷൽ ഗിബ്സ് സ്റ്റീവോയുടെ ക്യാച്ച് കളയുകയും ആ ക്യാച്ച് കളഞ്ഞതിന് ശേഷം സ്റ്റീവോ ആ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു. ആ മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പിന്നീട് സെമിഫൈനലിൽ ലാൻസ് ലൂസിനറും നമ്മുടെ അലൻ ഡൊണാൾഡുമായിട്ടുള്ള അവസാന ഓവറിൽ അവസാനം പൊക്കൊണ്ടിരുന്നു. ഈ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമിഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചു. അപ്പൊ അന്നൊരു നിയമം ഉണ്ടായിരുന്നു, പ്രാഥമിക റൗണ്ടിൽ വിജയിച്ച ടീമിന് ഫൈനലിലേക്ക് കയറാം. അന്ന് ഹെർഷൽ ഗിബ്സിനോട് സ്റ്റീവോ പറഞ്ഞു, ആ ക്യാച്ച് അല്ല താഴെയിട്ടത്, കപ്പായിരുന്നു താഴെയിട്ടെന്ന് പറഞ്ഞു. സത്യമാണ്. പിടിച്ചിരുന്നുണ്ടെങ്കിൽ സ്റ്റീവോ സെഞ്ചുറി അടിക്കില്ലായിരുന്നു, ഓസ്ട്രേലിയ ജയിക്കില്ലായിരുന്നു. പിടിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം. പിടിക്കണമല്ലോ. ഞാൻ നനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, പക്ഷെ ഉയിര് പോയാലും ഞാൻ നനയ്ക്കമാട്ടെ എന്ന് പറയുന്ന തിരുവനന്തപുരം, ഈ ശോഭ തിരുവനന്തപുരത്തിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വരിവരിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കേൾക്കാം. അതുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈ കപ്പ് കണ്ടോ, ബിഗ് ബോസ് സീസണുകളിലെ ഏറ്റവും മനോഹരമായ കപ്പുകളിൽ ഒന്ന് ഈ വീട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കരയൂ മകളെ, പൊട്ടി പൊട്ടി കരയൂ മകളെ. എന്റെ പുതിയ കവിതയുടെ പേരാണ് ഞങ്ങളുടെ സീസണിലും ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരുന്നു. അഖിൽമാരാണ് ചെയ്തിട്ട് അഖിൽമാരാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു വിമൻ ഹറാസ്മെന്റ് കേസിൽ വനിതാ കമ്മീഷൻ പുറത്തുനിന്ന് കേസ് എടുത്താണ്. എന്നിട്ടും അഖിൽമാരാണ് അവിടെ നിർത്തി. അവിടെ എനിക്ക് വേണമെങ്കിൽ അപ്പം എടുക്കായിരുന്നു, എനിക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കായിരുന്നു. എനിക്കൊരു വിമൻ കാർഡ് കളിച്ച് എനിക്ക് ഒരാളെ പുറത്താക്കിയിട്ട് എനിക്ക് അവിടെ അടുത്തൊരു കളി കളിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവസരം മാത്രമല്ല പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയിയായിട്ടുള്ള അഖിൽ മാരാർക്ക് കപ്പ് കിട്ടിയത് താൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് എന്ന് കഴിഞ്ഞ ദിവസം സീസണിലെ സഹമത്സരാർത്ഥിയായിരുന്ന ശോഭ വിശ്വനാഥ് പറഞ്ഞിരുന്നത്. അഖിൽ മാരാർ ഫിസിക്കൽ അസോൾട്ട് നടത്തിയത് താനോ ജുനൈസോ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ അത് പുറത്താവുമായിരുന്നു എന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു പ്രതികരണത്തിലാണ് ശോഭ ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും ആ ഒരു പ്രതികരണത്തോടു കൂടാതെ ശോഭയ്ക്കെതിരെ പ്രതികരണവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അഖിൽ മാരാർ. തങ്കക്കുളം വിമൻ കാർഡ് എടുത്തിട്ടില്ല. ഞാൻ ഹൗസിനകത്ത് പറഞ്ഞ കാര്യത്തില് കേരളത്തിലുള്ള സ്ത്രീ സംരംഭകരെ ആക്ഷേപിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം നടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം പോയി ഒരു തത്തകടത്ത് മണ്ടയ്ക്കൊരു തത്ത ഉണ്ടായിരുന്നു. തത്തകടത്ത് പോയിരുന്ന കഥ പറഞ്ഞ ആ തത്ത ഭ്രാന്തെടുത്ത് അവിടുന്ന് 3 തവണ ഇറങ്ങിപ്പോയി. അവിടെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം വന്നിട്ട് ഞാൻ മേളിൽ പോയി എടുത്തോണ്ട് ഇറങ്ങി താഴെ കൊണ്ടുവന്നു. എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നു? അവർക്ക് ഒരു വിരോധമില്ല. കാര്യമില്ല, സ്നേഹമാണ് അഖിലസാരം പോയി. ആ സ്നേഹം വെച്ചിട്ട് ഞാൻ ഈ ശോഭ തിരുവനന്തപുരത്തിന് എടുത്തുകൊണ്ട് വന്നു. എന്റെ ഈ കൈവെള്ളക്കുള്ളിൽ ഞാൻ ഇവിടെ പോലും എടുത്തിട്ടില്ല. ഇവിടെ 28 കിലോ ആയി. അങ്ങനെ 10-35 കിലോയുള്ള ആ പാവത്തെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തി നാരങ്ങ വെള്ളം കൊടുത്ത് നിരാഹാരം അവസാനിപ്പിച്ചു. അടുത്ത വീഡിയോ കേൾക്കാം. നല്ല രസമുള്ള പറച്ചില. നീ പോണ്ട, നീ അവിടെ ഇരിക്കും. എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തല്ല് കൊള്ളുന്ന സ്ത്രീകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇച്ചിരി മുമ്പ് എനിക്ക് കിട്ടിയ അടിക്ക് കയ്യും കണക്കില്ല. മോനെ, ഇനി അടുത്ത വീഡിയോ നമ്മൾ എല്ലാവരും അയാളെ ദേശദ്രോഹിയായിട്ട് മുദ്ര കുത്തി ഭയങ്കര സൈബർ ബുള്ളിംഗ് ആയിരുന്നു.
ശോഭാ വിശ്വനാഥ് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരും കൂടെ നിന്നവർ എത്ര പേര് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാനേജർ സാക്ഷി അയാൾ ഫോൺ എടുത്തിട്ടില്ല. അയാൾ മാനേജറാണ്. അത് സത്യമായിരുന്നു. ഞാൻ ഒളിവിൽ പോയതൊന്നുമില്ല. അത് നമ്മൾ കേരള പോലീസിനെ പറ്റിക്കുന്ന മോശമല്ലേ. കാര്യം ജാമ്യമില്ലാത്ത വകുപ്പിട്ട് ഒരു വിവരം കേട്ടവൻ കൊടുത്ത ഒരു കേസിന്റെ പുറത്ത് ഒരു കേസെടുത്തു. കോടതിയുടെ വിധിയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. ആ വിഷയത്തിൽ എന്താണ് കോടതി എനിക്ക് അനുകൂലമായി പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വിഷയ സമയത്ത് ഞാൻ ഫോൺ മാറ്റി. നമ്മൾ ഒരു മര്യാദ വേണമല്ലോ, നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എവിടെയാണ് ഒളിവിൽ പോയിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് മാനേജറെ വിളിച്ചു. കാര്യം എന്നെ പൊക്കാൻ ഞാൻ എവിടെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാത്ത് പതുക്കി വിളിച്ചു. ഞാൻ പറഞ്ഞു പറയല്ലേ, എവിടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഒറ്റ കൊടുത്ത് നമ്മളെ അകത്താക്കാനുള്ള പരിപാടിയാണ്. അത് സത്യമായിരുന്നു. സ്നേഹം കൊണ്ടൊന്നുമല്ല വിളിച്ചത്. ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊരു മനസ്സുകൊണ്ടല്ലോ, നമ്മൾ ഒരാൾ നശിച്ചു പോകണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തിന് എന്തെങ്കിലും ഒരു തട്ടുകേട് വരുന്ന സമയത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പം അതങ്ങനെ വിളിക്കും. അപ്പൊ ഈ പുറമെ സൈക്കോയായിട്ടൊക്കെ പെരുമാറിയിട്ട് നമ്മുടെ അടുത്തൊരു സ്നേഹമുള്ളടക്കം കാണിക്കും. ഞാൻ ഇത് കാര്യമാകത്തില്ല. കാര്യം എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം ഞാൻ എനിക്ക് കുറെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയും. നമ്മൾ ഈ ഓൺലൈൻകാർക്കൊന്നും ഒരു കണ്ടന്റ് കൊടുക്കണ്ട. എന്തിനാ നമ്മൾ ഇവരുടെ മുമ്പിൽ പോയി കണ്ടന്റ്? നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മുടെ പേജുണ്ട്. അയ്യോ അത് കോമഡി, അത് ഞാൻ പറയാം. ഞാൻ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് ഞാൻ നിങ്ങൾ എന്റെ ആ വീഡിയോ എടുത്തത് അന്നവിടെ ചേർന്ന് പുറമെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ഞാൻ പോയത്? അഖിൽമാരാറിന്റെ സിനിമയുടെ ലോഞ്ചിന്. അതിന് മുമ്പേയും ഞാൻ ഇത് വലിയൊരു കോമഡിയാ. ഞാൻ എന്റെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് എല്ലാ ആൾക്കാരെയും അറിയിച്ച കൂട്ടത്തില് നമ്മുടെ തിരുവനന്തപുരത്തെ അറിയിച്ചു. തിരുവനന്തപുരം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ്, മാപ്പ് പറഞ്ഞാൽ ഐ വിൽ കം ആൻഡ് ചിയർ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സീറ്റ് ഓഫ് ദ ഓഡിയൻസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ്. ഞാൻ പറഞ്ഞു നീ എന്ത് പ്രാന്തല്ല വേദനയ്ക്ക്, ഞാൻ എന്തോ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നീ എന്നോട് ചെയ്തതൊക്കെ നീ മറന്നോ എന്ന് പറഞ്ഞ അടുത്ത മെസ്സേജ്. ഞാൻ വീണ്ടും ചോദിച്ചു, നീ എന്തോ ഉദ്ദേശിക്കുന്നത്, കാര്യം എന്തോന്ന് വെച്ചാൽ പറ, ബിഗ് ബോസിന്റെ കാര്യമാണോ ഈ പറയുന്നത് ഞാൻ ചോദിച്ചു. ബിഗ് ബോസ് വെച്ച് ചെയ്തതൊക്കെ മറന്നോ? ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ശോഭ, നീ പോയി നല്ല സൈക്കാട്രിസ്റ്റിനെ വല്ലതും കാണും. ഈ ബിഗ് ബോസിന്റെ കാര്യം 2 വർഷം കഴിഞ്ഞ് ഞാൻ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് വിളിക്കുന്ന സമയത്ത് ഞാൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന്. ഞാൻ എന്റെ സ്നേഹത്തിന് പടത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ വിളിച്ച സമയത്ത് എടുത്ത വായിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയാതെ ഇവിടെ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട, നീ ഇങ്ങനെയാണെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വരണ്ട എന്ന് പറഞ്ഞ പരിപാടിയിൽ വലിയ കയറി വന്നേക്കുന്നു. ഇത് എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഈ ധ്യാൻ ശ്രീനിവാസൻ UK വെച്ച് തൂക്കി വിട്ടല്ലോ. അപ്പൊ അതിന് എങ്ങനെങ്കിലും 4 ഓൺലൈൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരണം. ആര് വിളിച്ചാലും എല്ലായിടത്തും വലിയൊരു പൊക്കോളും. 5 പൈസ കൊടുത്തിട്ട് കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചോ. പക്ഷെ അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ വേണം. അവിടെ വന്നിട്ട് ഇതേ എനിക്ക് മറുപടി പറയണം. അപ്പൊ ഇങ്ങനെ വളവളാന്ന് പറയാനുള്ള സ്പേസ് എവിടെ കിട്ടിയാലും അവിടെ പൊക്കോളും. അങ്ങനെ എന്തായാലും ഈ പരിപാടി വന്നു. അവിടെ വന്ന് രസമെന്ന് വെച്ചാൽ ആരോ ചോദിച്ചു, അഖിൽമാരാരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണെന്ന് ചോദിച്ചു. ഉടനെ അഖിൽമാരാരുടെ പടമാണെന്ന് ആര് പറഞ്ഞു? സത്യമാണ്, എന്റെ സിനിമയല്ല, ഇത് അഭിഷേക് നായകനായ സിനിമയാണ്. ഞാനതൊരു ചെറിയ വേഷമേ ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പൊ സെറീനെ എടുത്ത് നീ വിളിച്ചു, അവള് വിളിച്ചിട്ടില്ല. അവളുടെ അവളുടെ ബൂട്ടിക്ക് ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു, അവള് വിളിച്ചില്ലെന്നാണ് പറഞ്ഞത്. കാര്യം വിളിക്കാൻ പറ്റുമോ? പോയി പ്രാവി നശിപ്പിച്ചതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനൊരു നല്ല മഹാമനസ്കതയാണ് അവിടെ വന്നതൊരു ഉദ്ദേശം. ഈ ധ്യാൻ ശ്രീനിവാസന് അന്ന് കൊടുത്ത മറുപടി, ഞാൻ ആ വിഷയം മറുനാടൻ ഷാജിനോട് സംസാരിച്ചു. എന്റെ പൊന്നിടാവുകയോ അയാൾ ഇനി പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ എനിക്കെതിരെയും യുകെയുടെ പ്രസിഡന്റിനെതിരെ വേണമെങ്കിൽ വിക്ടോറിയ രാജ്ഞിക്കെതിരെയും കേസ് കൊടുക്കും. നിനക്കെതിരെ കേസ് കൊടുക്കും, നീ നോക്കിക്കൊണ്ടിരുന്നത് പറഞ്ഞിട്ട്. തിരുവനന്തപുരം അടുത്ത പെട്ടെന്ന് തരാത്ത എന്താ, എനിക്ക് റിയാക്ട് ചെയ്യാൻ കൊതിയായിട്ടിരിക്കുക. ബിഗ് ബോസിനായിരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് മറുപടി കൊടുക്കായിരുന്നു. ഇത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നല്ലേ, നമുക്ക് സമയം കിട്ടി. തിരുവനന്തപുരം ചെയ്താ രാജ്യത്ത് പോകണം. അയ്യോ, ഇത് വേറൊരു കോമന്റ് അല്ലെ. നമ്മള് ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അറ്റാക്കിംഗ് എന്നുള്ളത് ഒരു കാര്യം. ബേസിക്കലി ഈ സ്ത്രീകളുടെ കോണ്ടന്റ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. അതുകൊണ്ട് അയാൾക്ക് EMI വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ആകെ സത്യസന്ധമായി പറഞ്ഞാൽ, അതായത് ഒരു 1-2 മാസമൊക്കെ ആണെന്ന് തോന്നുന്നു യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തെ ശ്രദ്ധിച്ചു തുടങ്ങി. ഫേസ്ബുക്കിൽ അഭിപ്രായങ്ങൾ പറയുന്നത് സമൂഹത്തോട് സംവദിക്കാനുള്ള എന്റെ പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ തന്നെ. വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയം മുതൽ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യം, സ്ത്രീകളെ പറ്റി പറഞ്ഞ് കണ്ടന്റ് റീച്ച് ഉണ്ടാക്കുന്നില്ല. സ്ത്രീ അമ്മയാണ്, സ്ത്രീ സഹോദരിയാണ്, സ്ത്രീ മകളാണ്, സ്ത്രീ സുഹൃത്താണ്, സ്ത്രീ ഭാര്യയാണ്, സ്ത്രീ കൊലപാതകിയാണ്, സ്ത്രീ കുശുംബിയാണ്, സ്ത്രീ കുഴപ്പക്കാരിയാണ്. ഇതെല്ലാം സ്ത്രീകൾക്ക് വരുന്നത് പറ്റുന്നതാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാനാണോ പെണ്ണോ ട്രാൻസ് എന്നോ രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ അഭിപ്രായം പറയുന്ന ഒരാളല്ല. തിരുവനന്തപുരത്തിനോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്ക് ഒരു അപമാനമായി മാറരുത്. ഇവിടെ മാനവും മര്യാദയ്ക്കും അഭിമാനബോധത്തോട് കൂടിയിട്ടും കുടുംബമായി കഴിയുന്ന സ്ത്രീകളുണ്ട്, ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ ഞാൻ അങ്ങനെ ചെയ്യരുത്. ആ പരിപാടി ഉപേക്ഷിക്കണം. സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് തിരുവനന്തപുരത്തുള്ള അച്ഛനെ അമ്മയൊക്കെ പോയി കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി, പ്രായമായ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി, സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥയായി ജീവിക്കാതെ കുശുമ്പും കുന്നായ്മയൊക്കെ വിടിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കും.
ഞാൻ നിന്നെ തല്ലുന്നാണെന്നാണ് കറക്റ്റാ. എല്ലാം പറയാം, നിങ്ങൾ എന്നെ എടുത്തിട്ട് അടിക്കുന്നത്. തങ്ങോ പറ്റി ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞത്. മക്കളെ നിങ്ങൾ തന്നെ ക്യാമറ തുറന്നിട്ട് എല്ലാവരും കാണിക്കില്ല. അച്ഛന്റെ മക്കളെ. അപ്പൊ ഞാൻ ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ തിരുവനന്തപുരത്തിന് ഒരു കണ്ടന്റ് കിട്ടുമല്ലോ. അങ്ങനെ ആ കണ്ടന്റ് കിട്ടുമ്പോൾ നാളെ വീണ്ടും ഓൺലൈൻകാരെ വിളിക്കും. അങ്ങനെ ഓൺലൈൻകാർക്ക് ഒരു കണ്ടന്റ് കിട്ടും. ഓൺലൈൻകാരന്മാരാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരും ഇല്ലട്ടോ, കുറെ നല്ല പിള്ളേരുണ്ട്, ബാക്കി കുറച്ച് പേരുണ്ട് നാട്ടുകാരുടെ ജീവിതം വിറ്റുനിന്ന് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. തനിക്ക് ബിഗ് ബോസ് ട്രോഫി ഗിഫ്റ്റായാണ് തന്നതെങ്കിൽ പ്രേക്ഷകർ കഷ്ടപ്പെട്ട് ചെയ്ത വോട്ടെല്ലാം പാഴായി പോയി എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. താൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് തന്നെ പുറത്താക്കാനുള്ള ബുദ്ധി ശോഭയ്ക്ക് വേണമായിരുന്നു എന്നും എന്നാൽ അതില്ലാതെ പോയെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ അഖിൽ മാരാർ പറയുകയാണ്. അവർക്ക് ഓടിപ്പോയാൽ മറുപടിക്കായി കാത്തിരിക്കുന്ന ഭാവി ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുണ്ട്. കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് ബിഗ് ബോസ് ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ല. ആനന്ദ് കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ആവാനാണ് ലക്ഷ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്നൊന്നും മനസ്സിലായിട്ടില്ല, അതാണ് ഈ പ്രശ്നം. നോക്കിയപ്പോഴത്തേക്ക് ദ്രൗപദി മുർമുവൊക്കെ ഇന്ത്യൻ പ്രസിഡന്റായി. പിന്നെ ആവണമല്ലോ. കൂട്ടത്തിൽ ആ ധന്യരാമൻ പറഞ്ഞ കാര്യത്തിനോടൊന്നും മറുപടി പറയാൻ വല്ല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചോദിക്കണം. ആദിവാസികളുടെ ഫണ്ട് തട്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കത്തില്ല. കാര്യം അതിന് ഇച്ചിരി ബുദ്ധി വേണം. തട്ടിപ്പും വെട്ടിപ്പും നടത്തണമെങ്കിൽ ബുദ്ധി വേണം. ഞാനതുകൊണ്ട് ശോഭയുടെ കൂടെ ആദ്യം മുതൽ ഈ കാര്യത്തിൽ ശോഭയുടെ കൂടെ. ബൈ ബൈ. ഈ കപ്പ് വേണമെങ്കിൽ ഞാൻ കൊണ്ട് തരാൻ കേട്ടോ. എന്റെ വീട്ടിൽ ബൈ ബൈ. ബിഗ് ബോസ് മലയാളം സീസൺ 5 ശ്രദ്ധേയരായിട്ടുള്ള മത്സരാർത്ഥികളായിരുന്നു അഖിൽ മാരാറും ശോഭ വിശ്വനാഥും. നോക്കി അകത്തും പുറത്തും ഇവർ തമ്മിലുള്ള വാക്കുപോരുകൾ തുടർ കഥയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ശോഭയ്ക്കെതിരെ വിമർശനവുമായിട്ട് അഖിൽ മാരാറും എത്തിയിരുന്നു. അതായത് താനാണ് ബിഗ് ബോസ് വിജയ് എന്ന് ശോഭ എപ്പോഴും പലരോടും പറയുന്ന സാഹചര്യത്തിലാണ് തന്റെ കൈവശമുള്ള വിജയുടെ ട്രോഫി തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഖിൽ മാരാർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ അഖിൽ മാരാർ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ തലപ്പത്തുള്ളവർക്ക് വേണ്ടിയുള്ള സന്ദേശം എന്നുള്ള മുഖപുരയോടെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോ പങ്കുവച്ചത്.